16-ാം കേരള നിയമസഭയിലെ അംഗബലം പരിശോധിക്കുമ്പോൾ മൃഗീയ ആധിപത്യമാണ് ഭരണത്തിലേക്കെത്തുവാൻ പോകുന്ന UDFിനുള്ളത്. 140 അംഗ കേരള നിയമസഭയിൽ 102 അംഗങ്ങളുടെ പിന്തുണയാണ് UDF ആസ്വദിക്കുന്നത്. BJPയും തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം താമര ചിഹ്നത്തിൽ മത്സരിച്ച 3 പേർ വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുന്നു എന്നുള്ളത് അവർക്ക് അഭിമാനകരമായ ഒരു നേട്ടമാണ്. എന്നാൽ പ്രധാന പ്രതിപക്ഷമാകുവാൻ പോകുന്ന ഇടതുമുന്നണിയും CPMും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. CPMനും ഇടതുമുന്നണിക്കും ചേർന്ന് 35 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് ഈ നിയമസഭയിലുള്ളത്. ഇനി പാർട്ടി തിരിച്ചുള്ള കണക്ക് നോക്കിയാലും ആദ്യ 5 സ്ഥാനങ്ങളിൽ 3 സ്ഥാനങ്ങളും കൈയടക്കിയിരിക്കുന്നത് UDF ആണ്. 1, 3, 5 സ്ഥാനങ്ങളിൽ UDF ഘടകകക്ഷികൾ എത്തിയപ്പോൾ LDFിൻ്റെ പ്രതിനിധികൾ 2ാം സ്ഥാനത്തേക്കും 4ാം സ്ഥാനത്തേക്കും ചുരുങ്ങിപ്പോകുകയും ചെയ്തു. ഇനി പാർട്ടി തിരിച്ചുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം അംഗങ്ങളെ വിജയിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുവാൻ കഴിയുന്നത് കോൺഗ്രസിനാണ്. 63 MLAമാർ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് നിയമസഭയിലെത്തിയപ്പോൾ ഇതിനു പുറമെ 3 CPM വിമതരെ വിജയിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് കൂടി കോൺഗ്രസിനുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 66 MLAമാരുടെ പിന്തുണ സാങ്കേതികമായി 16-ാം കേരള നിയമസഭയിൽ കോൺഗ്രസിന് ആസ്വദിക്കുവാൻ കഴിയുന്നുണ്ട്. ഇനി 2ാം സ്ഥാനത്തുള്ള CPM കോൺഗ്രസിനേക്കാൾ ബഹുദൂരം പിന്നിലാണ്. CPMന് കേവലം 26 MLAമാരെ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓർക്കണം, 85-ലധികം സീറ്റുകളിൽ മത്സരിച്ചിട്ടാണ് CPMന് കേവലം 26 MLAമാരെ മാത്രം നിയമസഭയിൽ എത്തിക്കുവാൻ സാധിക്കുന്നത്. 3ാം സ്ഥാനത്തുള്ള മുസ്ലിം ലീഗ് CPMന് പിന്നിലായി 3ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് കേവലം 4 സീറ്റുകളുടെ കുറവിൻ്റെ പേരിലാണ്. 27 സീറ്റുകളിൽ മത്സരിച്ച ലീഗിന് 22 ഇടങ്ങളിൽ MLAമാരെ വിജയിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. 4ാം സ്ഥാനത്തുള്ളത് CPI ആണ്. 25 സീറ്റുകളിലധികം മത്സരിച്ച CPIക്ക് കേവലം 8 MLAമാരെ മാത്രമാണ് നിയമസഭയിൽ എത്തിക്കുവാൻ കഴിഞ്ഞത്. 5ാം സ്ഥാനത്തുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ്. CPIയേക്കാൾ 1 സീറ്റിൻ്റെ മാത്രം കുറവാണ് അവർക്കുള്ളത്. 7 സീറ്റുമായിട്ടാണ് ജോസഫ് ഗ്രൂപ്പ് കേരള നിയമസഭയിൽ പാർട്ടി തിരിച്ചുള്ള അംഗബലത്തിൽ 5ാം സ്ഥാനം ആസ്വദിക്കുന്നത്. CPI 25 സീറ്റുകളിൽ മത്സരിച്ച് 8 പ്രതിനിധികളെ വിജയിപ്പിച്ചപ്പോൾ ജോസഫ് ഗ്രൂപ്പ് കേവലം 8 സീറ്റുകളിൽ മത്സരിച്ചാണ് നിയമസഭയിലെ അംഗബലത്തിൽ കക്ഷിനിലയിൽ 5ാം സ്ഥാനം ആസ്വദിക്കുന്നത്. ഒരു പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന പിണറായി ഭരണത്തിൻ്റെ ദുർഗതിയാണ് CPMും ഇടതുമുന്നണിയും ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ അധികാരത്തിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കുവാൻ കേരള ജനത ആവേശത്തോടുകൂടി വോട്ട് ചെയ്തപ്പോഴാണ് UDFിന് ഉജ്ജ്വല വിജയമുണ്ടായതും CPMും ഇടതുമുന്നണിയും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയതും. എന്നാൽ പിണറായി വിജയൻ മാത്രമല്ല CPMൻ്റെയും ഇടതുമുന്നണിയുടെയും ഈ കനത്ത പരാജയത്തിന് കാരണം എന്നതുകൂടി ഈ ഘട്ടത്തിൽ നാം വിലയിരുത്തേണ്ടതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഇത്ര കനത്ത പരാജയം അവർക്കുണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് 4 വനിതാ നേതാക്കൾ കൂടിയാണ്. അവരിൽ 3 പേർ സ്ഥാനാർത്ഥികളായിരുന്നു. 4ാമത്തെ ആളുടെ ഭർത്താവ് സ്ഥാനാർത്ഥിയായിരുന്നു. ഈ 4 മണ്ഡലങ്ങളിലും അവർ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, കേരളത്തിലെമ്പാടും CPMനെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരുവാൻ ഇവരുടെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ ഇവരിലൊരാളുടെ ഭർത്താവിൻ്റെ സ്ഥാനാർത്ഥിത്വം കാരണമായി. ഇവർ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി വിശദീകരിക്കുന്നത്. ഈ പട്ടികയിലെ 1ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് PK ശ്യാമള എന്ന തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട CPM സ്ഥാനാർത്ഥിയാണ്. PK ശ്യാമള ചില്ലറ പുള്ളിയൊന്നുമല്ല. ആന്തൂർ നഗരസഭയുടെ മുൻ അധ്യക്ഷയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യയാണ്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കണ്ണൂർ ജില്ലാ CPM ഘടകങ്ങളിൽ വലിയ പൊട്ടിത്തെറി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഓർക്കണം, 2021 ഭർത്താവായ MV ഗോവിന്ദൻ 20,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച 2016 ജെയിംസ് മാത്യു എന്ന നേതാവ് 50,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് 12,500-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ PK ശ്യാമള പാർട്ടി വിമതനായിട്ടുള്ള TK ഗോവിന്ദൻ മാസ്റ്ററോട് പരാജയപ്പെട്ടത്. MV ഗോവിന്ദൻ്റെ കുടുംബാധിപത്യം കണ്ണൂർ പാർട്ടിയിൽ ഉണ്ടാകുന്നു എന്ന ഒരു വികാരം അണികൾക്കിടയിൽ ശക്തമായിരുന്നു. ഇതിൻ്റെ പേരിൽ കേരളത്തിലെമ്പാടും CPMനോട് അണികൾക്ക് വലിയ അമർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പൊതുജനങ്ങളും MV ഗോവിന്ദൻ്റെ കുടുംബാധിപത്യത്തെ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. അതുപോലെ തന്നെ ആന്തൂർ നഗരസഭയുടെ അധ്യക്ഷയായിരിക്കെ
അവർ പുലർത്തിയ രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യബുദ്ധി മൂലം പ്രവാസി വ്യവസായിയായ സാജൻ ജീവനൊടുക്കി എന്ന് കേരളം വിശ്വസിച്ചതും ശ്യാമളയുടെ പതനത്തിന് കാരണമായി. പി കെ ശ്യാമളയുടെ പരാജയം ആത്യന്തികമായി എം വി ഗോവിന്ദൻ്റെ പാർട്ടി സെക്രട്ടറി പദവി തെറിപ്പിക്കും എന്ന നിലയിലേക്ക് CPM-നുള്ളിൽ കാര്യങ്ങൾ എത്തിച്ചു എന്ന റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുമുണ്ട്. ഈ പട്ടികയിലെ രണ്ടാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനാണ്. വലിയ അവകാശവാദങ്ങളോടെയാണ് 2020 ആര്യ രാജേന്ദ്രനെ രാജ്യത്തെ ഏറ്റവും ചെറുപ്പക്കാരിയായ മേയർ എന്ന നിലയിൽ CPM പദവിയിൽ അവരോധിച്ചത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ആര്യ പൂണ്ട് വിളയാടിയപ്പോൾ, ആര്യ ധാർഷ്ട്യം പ്രകടിപ്പിച്ചപ്പോൾ അതിൻ്റെ ദൗർബല്യങ്ങളും അതിൻ്റെ പതനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നത് CPM ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 2025 ആര്യ രാജേന്ദ്രൻ്റെ ഭരണ മികവ് കൊണ്ട് മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കോർപ്പറേഷൻ ഭരണം ആധികാരികമായ ഭൂരിപക്ഷത്തോടു കൂടി പിടിച്ചെടുക്കുവാൻ സാധിച്ചത്. 2025 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ആര്യയെ CPM പൂർണ്ണമായും പ്രചരണ രംഗത്ത് നിന്നും മാറ്റി നിർത്തിയത് അവരുടെ സാന്നിധ്യം പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ നേമം നിയോജക മണ്ഡലത്തിൽ ആര്യ രാജേന്ദ്രൻ പല ഘട്ടത്തിലും പ്രചരണത്തിൽ സജീവമാകുവാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥിയായ വി ശിവൻകുട്ടി അവരെ കണ്ട ഭാവം പോലും അവർ പ്രത്യക്ഷപ്പെട്ട വേദികളിൽ നടിച്ചില്ല എന്ന് തെളിയിക്കുന്ന നിരവധി ചിത്രങ്ങളും വീഡിയോകളും തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വൈറലാകുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ സ്വന്തം ഭർത്താവായ സച്ചിൻ ദേവ് മത്സരിച്ച കോഴിക്കോട് ജില്ലയിലെ പാർട്ടിയുടെ ഉരുക്കുകോട്ടയായിട്ടുള്ള സംവരണ മണ്ഡലമായിട്ടുള്ള ബാലുശ്ശേരിയിൽ പോലും ആര്യ രാജേന്ദ്രനെ പ്രവർത്തനത്തിനിറക്കുവാൻ പാർട്ടി തയ്യാറായിരുന്നില്ല എന്ന വസ്തുതയും നാം ഓർക്കേണ്ടതാണ്. ആര്യയും ഭർത്താവായ സച്ചിൻ ദേവും തങ്ങളുടെ വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ച് ഒരു KSRTC ഡ്രൈവറുടെ അത്താഴം മുടക്കിയതും ജോലി കളഞ്ഞതും കേരളം ഈ തെരഞ്ഞെടുപ്പ് വേളയിലും മറന്നിട്ടില്ല എന്ന് തന്നെയാണ് സച്ചിൻ ദേവിൻ്റെ ബാലുശ്ശേരിയിലെ ദയനീയ പരാജയം തെളിയിക്കുന്നത്. 16,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിൻ്റെ യുവ പുതുമുഖ സ്ഥാനാർത്ഥിയായ സൂരജിനോട് സച്ചിൻ ദേവ് എന്ന സിറ്റിംഗ് MLA ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അടിപതറി വീണത്. ഇതിനുള്ള പ്രധാന കാരണക്കാരി ആര്യ രാജേന്ദ്രനാണ്. ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായത് സച്ചിൻ ദേവിന് ഈ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരിയിൽ തിരിച്ചടിയായി എന്നുള്ളതും വ്യക്തമാണ്. അതുപോലെ തന്നെ കേരളത്തിലെമ്പാടും ആര്യ രാജേന്ദ്രൻ മൂലമുണ്ടായിട്ടുള്ള അവമതിപ്പ് പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് CPM അണികൾ തന്നെ ഇതിനോടകം എത്തിച്ചേർന്നിട്ടുമുണ്ട്. പാർട്ടിയുടെ ദയനീയ പതനത്തിന് വഴിയൊരുക്കിയിട്ടുള്ള മറ്റൊരു വനിതാ നേതാവ് എന്ന് പറയുന്നത് രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള R ബിന്ദുവാണ്. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ നിന്ന് 10,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തോമസ് ഉണ്ണിയാടൻ എന്ന കേരള കോൺഗ്രസ് നേതാവ് ഇത്തവണ R ബിന്ദുവിനെ പരാജയപ്പെടുത്തിയത്. താൻ 3 വട്ടം പ്രതിനിധീകരിച്ച ഇരിങ്ങാലക്കുടയിൽ 2016-ലും 2021-ലും പരാജയപ്പെട്ടു പോയ തോമസ് ഉണ്ണിയാടൻ എന്ന കേരള കോൺഗ്രസ് നേതാവിന് സ്വപ്നതുല്യമായ ഒരു തിരിച്ചുവരവ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണെങ്കിലും R ബിന്ദുവിൻ്റെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനവും ധാർഷ്ട്യം നിറഞ്ഞ അവരുടെ ശൈലിയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർത്തെറിഞ്ഞ അവരുടെ നയങ്ങളും തന്നെ CPM-ന് കേരളത്തിൽ വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പട്ടികയിലെ അവസാന വ്യക്തിത്വം എന്ന് പറയുന്നത് ആറന്മുളയിൽ നിന്ന് 18,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയ മുൻ ആരോഗ്യമന്ത്രിയായ വീണ ജോർജാണ്. വീണ ജോർജിൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ ശൈലി പത്തനംതിട്ട ജില്ലയിലെ പാർട്ടിക്കാരെ പോലും CPM-ന് എതിരാക്കിയിരുന്നു. അതുപോലെ തന്നെ വീണ ജോർജിൻ്റെ കഴിവുകേട് കൊണ്ട് ആരോഗ്യരംഗം കെടുകാര്യസ്ഥതയുടെ വിളനിലമായി കഴിഞ്ഞ 5 വർഷങ്ങളിൽ കേരളത്തിൽ മാറിയതും CPM-നെ സംബന്ധിച്ച് കേരളത്തിലെമ്പാടും തിരിച്ചടിയുണ്ടാക്കിയിട്ടുള്ളൊരു ഘടകമാണ്. എന്നാൽ ഈ പോരായ്മകളുടെ എല്ലാം നടുവിൽ വെച്ചും വീണ ജോർജിനെ ചേർത്ത് പിടിച്ച CPM നേതൃത്വത്തിൻ്റെ ശൈലിക്കെതിരെ ജനങ്ങൾ പ്രതികരിച്ചു വോട്ട് ചെയ്തതോടെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, മധ്യ തിരുവിതാംകൂറിലെമ്പാടും വീണ ജോർജിനോടുള്ള എതിർപ്പ് CPM-ന് കനത്ത തോൽവി സമ്മാനിച്ചു എന്ന കാര്യത്തിലും തർക്കമില്ല. ഇത്തരത്തിൽ പിണറായി വിജയനൊപ്പം തന്നെ ഇടതുമുന്നണിയുടെയും CPM-ൻ്റെയും ദയനീയമായ പതനത്തിന് വഴിയൊരുക്കിയ 4 വനിതാ നേതാക്കളെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.